ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ മെയിൻസ് ഫാക്ടറിൻ്റെ ഭാഗമായിട്ടുള്ള PYQ മാസ്റ്റർ ക്ലാസ് ആണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ മീഡിയവൽ ഇന്ത്യയിലുള്ള ആർട്ട് ആൻഡ് കൾച്ചർ എന്നുള്ള ഭാഗത്ത് നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു 10 മാർക്കർ തന്നെയാണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഹൗ വിൽ യു എക്സ്പ്ലെയിൻ ദാറ്റ് മീഡിയവൽ ഇന്ത്യൻ ടെമ്പിൾ സ്കൾപ്ചേഴ്സ് റെപ്രസെൻറ്റ് ദ സോഷ്യൽ ലൈഫ് ഓഫ് ദോസ് ഡേയ്സ്? ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഇതിൽ പോയിന്റ്സ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർക്കും അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെങ്കിലും നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ തോട്ട് പ്രോസസ്സ് തന്നെയാണ്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഹൗ വിൽ യു എക്സ്പ്ലെയിൻ ദാറ്റ് മിഡീവൽ ഇന്ത്യൻ ടെമ്പിൾ, അപ്പോൾ മിഡീവൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൻഷ്യൻ്റ് മോഡേൺ ഒന്നും എഴുതാൻ പറ്റില്ല. പിന്നെ ടെമ്പിൾ സ്കൾപ്ചേഴ്സിന് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ടെമ്പിൾ ആർക്കിടെക്ചറിലാകെ സ്കൾപ്ചേഴ്സിനെ പറ്റി മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ സോഷ്യൽ ഡയമെൻഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പൊളിറ്റിക്കൽ, എക്കണോമിക്കലൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഈ രീതിയിലൊരു നെഗറ്റീവ് തിങ്കിങ് കുറച്ച് ആൾക്കാരെങ്കിലും ചെയ്യുന്നുണ്ടാകും. സോ ഇത് നമ്മുടെ പോസിബിലിറ്റീസിനെ നാരോ ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു വൈഡ് ആംബിറ്റിനെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ റെസ്ട്രിക്ഷൻസ് എവിടെ ഉണ്ട്? ഓക്കെ, മെഡീവൽ ഇന്ത്യയാണ്, സ്കൾപ്ചേഴ്സ് മാത്രമാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്, സ്കൾപ്ചേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ പോസിബിലിറ്റീസ് എങ്ങനെ, ഇപ്പോൾ ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്നാണ്. സോ നമുക്ക് ആൻസർ എഴുതണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പോയിന്റ്സും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിൽ നമുക്ക് എങ്ങനെയൊക്കെ പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ ആദ്യത്തെ ഒരു 30 സെക്കൻഡ്സ് നമുക്ക് ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് എങ്ങനെ നമ്മളൊരു ബ്രെയിൻ സ്റ്റോമിങ് നമ്മുടെ മൈൻഡിൽ നടക്കണം. സോ ആ ഒരു 30 സെക്കൻഡ്സിൽ അത് ഫ്ലാഷ് ചെയ്ത് പോകണം. നമുക്ക് നമ്മുടെ റെസ്ട്രിക്ഷൻസ് ആണെങ്കിലും ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ, ഒരു ലിമിറ്റേഷനോട് കൂടിയായിരിക്കും ക്വസ്റ്റ്യൻസ് നമുക്ക് തരുന്നത്. ഇപ്പോൾ മിഡീവൽ ഇന്ത്യ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്, സ്കൾപ്ചേഴ്സ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറേ പോയിന്റ്സ് നമുക്ക് വേണം. ഇപ്പോൾ 10 മാർക്കറാണ്. ഇപ്പോൾ ജസ്റ്റ് ആ 30 സെക്കൻഡ്സിൻ്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 10 മാർക്കറാണെങ്കിൽ ഇപ്പോൾ 14 പോയിൻറ്റ്സോളം വേണം, 12 to 14 പോയിൻറ്റ്സ് വേണം. പിന്നെ മീഡിയവൽ ഇന്ത്യ ആണ് ചോദിച്ചിട്ടുള്ളത്, ആൻഷ്യൻ്റ് ഇന്ത്യ അല്ല. സോ ആൻഷ്യൻ്റും മോഡേൺ ഒന്നും എഴുതാൻ പറ്റില്ല. പിന്നെ സ്കൾപ്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് എങ്ങനെ വൈഡൻ ചെയ്യാൻ പറ്റും? മീഡിയവൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് ഡൈനാസ്റ്റീസിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കാം. മീഡിയവൽ ഇന്ത്യയിൽ ധാരാളം ഡൈനാസ്റ്റീസ് ഉണ്ട്. ഇപ്പോൾ ചോളയാണെങ്കിലും പല്ലവാസ് ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ചാലൂക്യാസ്, അല്ലെങ്കിൽ വിജയനഗര എംപയർ. പിന്നെ നോർത്തിലോട്ടാണെങ്കിൽ രാജ്പുത്സ്, ചന്ദേലാസ്, അതുപോലുള്ള ധാരാളം ഡൈനാസ്റ്റീസ് ഉണ്ട്. ഈ ഡൈനാസ്റ്റീസിൻ്റെ ബേസിൽ വെച്ചിട്ട് ഇവരൊക്കെ പാറ്റേൺസ് ആണ്. സോ ഇവരൊക്കെ ടെമ്പിൾസിൻ്റെ പാറ്റേൺസ് ആണ്, അല്ലെങ്കിൽ റിലീജിയൻ്റെ പാറ്റേൺസ് ആണ്. സോ അവരുടെ ഒരു ടെമ്പിൾസിൻ്റെ ഒരു ഓറിയൻറ്റേഷനിൽ ആലോചിച്ച് നോക്കാം. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ പോയിന്റ്സ് കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ തോട്ട് പ്രോസസ്സ് വൈഡൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ടെമ്പിൾസ് ഇപ്പോൾ ചോളാസ് ആണെങ്കിൽ ബൃഹദേശ്വര ടെമ്പിൾ ഉണ്ട്. പിന്നെ പല്ലവാസ് ആണെങ്കിൽ കൈലാസനാഥ ടെമ്പിൾ ഉണ്ട്. പിന്നീട് നോർത്തിലേക്ക് പോകുകയാണെങ്കിൽ ഈ ഹൊയ്സാലാസിൻ്റെ ആണെങ്കിൽ ഹാലബിഡോ, അതുപോലുള്ള ടെമ്പിൾസ് ഉണ്ട്. പിന്നെ വിരൂപാക്ഷ ടെമ്പിൾ ഉണ്ട്, കൃഷ്ണദേവരായരുടെ സമയത്തുള്ള. പിന്നെ അതുപോലുള്ള ടെമ്പിൾസിനെ പറ്റി ആലോചിക്കാം. കൊണാർക്കിൽ സൺ ടെമ്പിൾ ഉണ്ട്. പിന്നീട് അതുപോലെ നമ്മുടെ മൈൻഡിനെ വൈഡൻ ചെയ്യാം. സോ ടെമ്പിൾസിനെ നമ്മൾ പ്രിലിംസിനും ഒക്കെ ആയിട്ട് പഠിച്ചിട്ടുള്ള ടെമ്പിൾസിനൊക്കെ നമ്മളൊന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്തെടുക്കാം. പിന്നീട് ടെമ്പിൾസിലുള്ള മേജറായിട്ടുള്ള സ്കൾപ്ചേഴ്സിന് തന്നെ ഡയറക്റ്റായിട്ട് ഏതെങ്കിലും സ്കൾപ്ചേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ആ രീതിയിൽ ചിന്തിച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസെൻറ്റ് ഓഫ് ഗാഞ്ചസ് പറഞ്ഞിട്ടുണ്ട്, പെനൻസ് ഓഫ് അർജുന പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഒരുപാട് ധാരാളം, ഇപ്പോൾ നമ്മൾ ഒരു ടെമ്പിൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അവിടെ ധാരാളം നമുക്കിപ്പോൾ ഡാൻസേഴ്സിൻ്റെയും മ്യൂസീഷ്യൻസിൻ്റെ ഒക്കെ പിന്നെ പാട്രൺസിൻ്റെ ഒക്കെ ഇമേജസ് കാണാൻ പറ്റും. പിന്നെ അവിടുത്തെ സോഷ്യൽ ലൈഫായിട്ട് കാണാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഖജുരാഹോയിലുള്ള ടെമ്പിൾസ്, ഇറോട്ടിക് സ്കൾപ്ചേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലുള്ള ധാരാളം ടെമ്പിൾസിൻ്റെ സ്കൾപ്ചേഴ്സ് ആയിട്ടാണ് നമുക്ക് ഓർമ്മ. അപ്പോൾ ഈ 3 രീതിയിൽ നമുക്ക് ചിന്തിച്ച് നോക്കാം. ഒന്ന് ഡൈനാസ്റ്റീസിൻ്റെ ബേസിൽ പാട്രൺസ് ആണ് ഇവർ. പിന്നെ അവർ പാട്രണൈസ് കൊടുത്തിട്ടുള്ള റിലീജിയൻ, ആ റിലീജിയൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെമ്പിൾസ്, പിന്നെ ആ ടെമ്പിൾസിൻ്റെ സ്കൾപ്ചേഴ്സ്, മേജറായിട്ടുള്ള സ്കൾപ്ചേഴ്സ്. ഈ രീതിയിൽ നമ്മൾ വൈഡൻ ചെയ്തിട്ട് നമുക്ക് ഈ രീതിയിൽ ചിന്തിക്കണമെന്ന് ആദ്യത്തെ ഒരു 30 സെക്കൻഡ്സിൽ നമ്മുടെ മൈൻഡിൽ കൂടെ അത് ഫ്ലാഷ് ചെയ്ത് പോകണം. ആ രീതിയിൽ നമുക്കിതിനെ വൈഡൻ ചെയ്യാൻ പറ്റും. പിന്നീട് സോഷ്യൽ ലൈഫിനെ നമുക്ക് ഡീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും ധാരാളം രീതിയിൽ. ഇപ്പോൾ സോഷ്യൽ ലൈഫ് എന്ന് പറയുമ്പോൾ അതിൽ ഒക്യുപ്പേഷൻ പാർട്ടാണ്, റിലീജിയൻ പാർട്ടാണ്, ഫാമിലി പാർട്ടാണ്. ഇതൊക്കെ അതിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ്. ഇപ്പോൾ സോഷ്യൽ ലൈഫിനെ നമുക്ക് പല രീതിയിൽ, ഫെസ്റ്റിവൽസ് അതിൻ്റെ പാർട്ടാണ്. പല രീതിയിൽ നമുക്ക് അതിനെ ഡീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഡീകൺസ്ട്രക്ഷൻസിലും നമുക്ക് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ഒരു 30 സെക്കൻഡ്സിൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് മാത്രമാണ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടത്. സോ ആ രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു 30 സെക്കൻഡ്സ് തന്നെ ഒരു ഫ്രെയിം വർക്ക് തെളിഞ്ഞു വരും. അപ്പോൾ ആ ഒരു ഫ്രെയിം വർക്ക് നമ്മുടെ മൈൻഡിൽ, അപ്പോൾ ഇപ്പോൾ ഇത്ര മുതൽ ഇത്ര വരെ ഞാൻ ആദ്യത്തെ ഒരു ഡയമെൻഷനിൽ ഇപ്പോൾ പോയിന്റ്സ് എഴുതും. പിന്നെ രണ്ടാമത്തെ ഒരു പാർട്ടിന് ഞാൻ ഇത്ര മുതൽ ഇത്ര വരെ രണ്ടാമത്തെ പേജിൽ ഇത്ര പോയിന്റ്സ് എഴുതും. ഇവിടെ കൺക്ലൂഡ് ചെയ്യും, ഇവിടെ ഇൻട്രൊഡക്ഷനും എന്തെങ്കിലും വാല്യൂ അഡീഷൻ ഉണ്ടോ ആ രീതിയിൽ ചിന്തിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആദ്യത്തെ ഒരു 30 സെക്കൻഡ്സിൽ നമ്മുടെ മൈൻഡിലൂടെ കടന്നു പോകണം. ഇതിനാണ് നമ്മൾ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. ആ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് കറക്റ്റായിട്ട് നടക്കണം. പിന്നീട് ശേഷം നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഓരോ പാർട്ടായിട്ട് എടുത്ത് എങ്ങനെ നമുക്കിതിനെ ഡീകൺസ്ട്രക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു കൺക്ലൂഷനിൽ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് തുടങ്ങാം. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മേജറായിട്ട് നമുക്ക് പെട്ടെന്ന് വരുന്നത് ഇപ്പോൾ മീഡിയവൽ ഇന്ത്യൻ
ടെമ്പിൾ സ്കൾപ്ചേഴ്സ് ആണ്. അപ്പം മിഡീവൽ ഇന്ത്യയിലുള്ള ഡൈനാസ്റ്റീസിനെ വെച്ച് തുടങ്ങും. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ പറയാം, ഗുപ്താസിൻ്റെ സമയത്ത്, ആൻഷ്യൻ്റ് ഇന്ത്യയിൽ ഗുപ്താസിൻ്റെ സമയത്താണ് ടെമ്പിൾ ആർക്കിടെക്ചർ അതിൻ്റെ എപ്പിറ്റമിലെത്തിയത്. സോ അതിനുശേഷം അവിടെ നിന്ന് അത് ഇൻഹെറിറ്റ് ചെയ്തത് മെഡീവൽ ഇന്ത്യൻ ഡൈനാസ്റ്റീസ് ആയിട്ടുള്ള ചോളാസ്, ചാലൂക്യസ് അതുപോലുള്ള ഡൈനാസ്റ്റീസിനെയൊക്കെ കൂട്ടി മെഡീവൽ ഇന്ത്യൻ ഡൈനാസ്റ്റീസ് സച്ച് ആസ് ചോളാസ്, ചാലൂക്യസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ ശേഷം ദ മെഡീവൽ ഇന്ത്യൻ ടെമ്പിൾസ് ഹോൾസ് എലാബറേറ്റ് സ്കൾപ്ചേഴ്സ് ദാറ്റ് റെപ്രസെൻറ്റ് ദ സോഷ്യൽ ലൈഫ് ഓഫ് ദോസ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ മിഡീവൽ ഇന്ത്യയിലാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ ചോളാസിൻ്റെ ബേസിൽ ആലോചിച്ച് നോക്കിയാൽ നമുക്കിവിടെ ടെമ്പിൾസിനെ നമ്മൾ ഒരു ഭാഗത്തൂടെ നമ്മുടെ കീവേഡ്സായ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സ്പെസിഫിക് സ്കൾപ്ചേഴ്സിൽ നമുക്ക് വേണ്ട കീവേഡ്സായ ടെമ്പിൾസിലെ സ്കൾപ്ചേഴ്സും ഒരു ഭാഗത്തൂടെ വരണം. പിന്നെ ഒരു ഭാഗത്തുകൂടെ നമ്മൾ സോഷ്യൽ ലൈഫിനെ ഡീകൺസ്ട്രക്ട് ചെയ്തിട്ട് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ അതായിരിക്കണം നമ്മുടെ ഹെഡ്. സോഷ്യൽ ലൈഫിനെ റീകൺസ്ട്രക്ട് ചെയ്യും. ഇപ്പോൾ ഫാമിലി സോഷ്യൽ ലൈഫിൻ്റെ ഭാഗം. ഫാമിലിയിൽ എന്തൊക്കെ ഉണ്ടാവും, എന്തൊക്കെ സ്കൾപ്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും? മദർ ചൈൽഡ് സ്കൾപ്ചർ കാണാൻ പറ്റും. പിന്നെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെ ഉള്ള ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒക്യുപ്പേഷനിലാണ് അഗ്രികൾച്ചറിൻ്റെ ഇത് കാണാൻ പറ്റും, പ്രസൻസ് കാണാൻ പറ്റും. പിന്നെ ഒക്യുപ്പേഷനിൽ നമുക്ക് ഇത് കാണാൻ പറ്റും, ഹണ്ടിങ് സീൻസ് കാണാൻ പറ്റും. ആ സമയത്ത് മിഡീവൽ ഇന്ത്യയിലുണ്ടായിരുന്ന മേജറായിട്ടുള്ള ഒക്യുപ്പേഷൻസ് എന്താണെന്ന് ആലോചിച്ചാൽ മതി. പിന്നെ ഹണ്ടിങ് സീൻസ് കാണാൻ പറ്റും. പിന്നെ അതിന് ശേഷം നമുക്ക് പല രീതിയിലുള്ള ഒക്യുപ്പേഷൻസ്, ആർട്ടിസൻസിനെ കാണാൻ പറ്റും. സോ അതുപോലുള്ള ഒക്യുപ്പേഷൻ നമുക്ക് അങ്ങനെ. പിന്നെ ഫെസ്റ്റിവൽസ് ആണെങ്കിൽ നമുക്ക് ദിവാലി ഫെസ്റ്റിവലിൻ്റെ ഒക്കെ ഇപ്പോൾ ഒരു ദീപമൊക്കെ വെച്ച് നിൽക്കുന്ന അത് നമുക്ക് ദിവാലിയായിട്ട് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതിയിൽ ആ രീതിയിലുള്ള സ്കൾപ്ചേഴ്സ് കാണാൻ പറ്റുമെന്ന് നമുക്ക് പറയാം. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ സോഷ്യൽ ലൈഫിനെ നമുക്ക് പല രീതിയിൽ ഡീകൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെ പല ഡയമെൻഷൻസ് ആണ് പറയുന്നത്. ഇപ്പോൾ റിലീജിയൻ പറഞ്ഞു. ഇപ്പോൾ റിലീജിയനിൽ എന്തൊക്കെ കാണാൻ പറ്റും? ഡയറ്റീസിനെ കാണാൻ പറ്റും, പ്രീസ്റ്റിനെ കാണാൻ പറ്റും. പിന്നെ അതുപോലുള്ള കാര്യം, ഇതൊക്കെ നമുക്ക് കീവേഡാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ ലൈഫ് ഡീകൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന പോയിന്റ്സ് ഒക്കെ നമുക്ക് കീവേഡ്സ് ആണ്. പിന്നെ ലൈഫ് സ്റ്റൈൽ നോക്കുമ്പോൾ നമുക്ക് പറയാം അവരുടെ ഓർണമെൻറ്റ്സിനെ പറയാം. പിന്നെ ഡ്രസ്സിങ് പറയാം. ഡ്രസ്സിങ്ങിൽ തന്നെ നമുക്ക് ധോത്തി, സാരി അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. സോ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ധാരാളം രീതിയിൽ സോഷ്യൽ ലൈഫിൽ ഇപ്പോൾ എക്കണോമിക് ലൈഫും അതിന്. ഇപ്പോൾ ട്രേഡൊക്കെ അതിൻ്റെ ഭാഗമാണ്. ട്രേഡ് ഗിൽഡ്സിൻ്റെ അവരുടെ എന്തെങ്കിലും സ്കൾപ്ചേഴ്സ് അതായിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാം. പിന്നെ ഈ പല രീതിയിൽ നമുക്ക് ചിന്തിക്കാം. മറ്റൊരു ഭാഗത്തൂടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ കീവേഡ്സ് നമ്മുടെ മുമ്പിലേക്ക് വരണം. ലൈക്ക് ടെമ്പിൾസ് നമുക്ക് പാറ്റേൺസിൻ്റെ ബേസിൽ ആലോചിക്കാം. ഇപ്പോൾ ചോളാസിൻ്റെ ആണെങ്കിൽ ബൃഹദേശ്വര ടെമ്പിൾ ഉണ്ട്. ബൃഹദേശ്വര ടെമ്പിൾ നമുക്ക് അത് റൈസ് ബോൾ, സൗത്ത് ഇന്ത്യയുടെ റൈസ് ബോൾ എന്നാണ് അറിയപ്പെടുന്നത്. സോ എന്തായാലും അവിടെ അഗ്രികൾച്ചർ സീൻസ് ഉണ്ടാവും. അഗ്രികൾച്ചർ അവിടെ കാണുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് അവിടുത്തെ സ്കൾപ്ചേഴ്സിൽ അഗ്രികൾച്ചർ കാണുന്നു എന്നുള്ള രീതിയിൽ പറയാം. പിന്നെ പല്ലവാസിൻ്റെ സമയത്താണ് ഡിസെൻഡ് ഓഫ് ഗാഞ്ചസ് എന്ന് പറഞ്ഞ സ്കൾപ്ചർ. അപ്പോൾ ഡിസെൻഡ് ഓഫ് ഗാഞ്ചസിൽ നമുക്ക് പറയാം ഹ്യൂമൻ നാച്ചുറൽ റിലേഷൻ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റും പല്ലവാസിൻ്റെ സമയത്തുള്ള ഡിസെൻഡ് ഓഫ് ഗാഞ്ചസ്. പിന്നെ പെനൻസ് ഓഫ് അർജുനാസ് പെനൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഇതിപ്പോൾ റിപ്പീറ്റേഷനാണ്, രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഡിസെൻഡ് ഓഫ് ഗാഞ്ചസും പെനൻസ് ഓഫ് അർജുനയൊക്കെ നമുക്ക് യൂസ് വരുന്നത്. സോ പെനൻസ് ഓഫ് അർജുന എന്ന് പറയുമ്പോൾ നമുക്കതിനെ എന്തായിട്ട് മഹാഭാരതമല്ല, അപ്പോൾ അവരുടെ ലേഷർ ടൈമിൽ അവർ ഇതായിരിക്കും ചെയ്തിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ. അപ്പോൾ മഹാഭാരത സ്റ്റോറീസാണ്, ആ രീതിയിൽ നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇപ്പോൾ ഡാൻസേഴ്സ്, മ്യൂസീഷ്യൻസ് അതുപോലുള്ള ആൾക്കാരുടെയൊക്കെ പിക്ചേഴ്സ് നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. അത് നമുക്ക് കൊണാർക്കിലെ സൺ ടെമ്പിൾ സ്കൾപ്ചേഴ്സ്
അത് നമുക്ക് എവിടത്തേക്ക് കൊടുക്കാം? ആ സ്കൾപ്ചേഴ്സിലാണ് നമ്മൾ ഡാൻസേഴ്സ്, മ്യൂസീഷ്യൻസ് അവരൊക്കെ കാണുന്നതെന്നുള്ള രീതിയിൽ നമുക്ക് കോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നീട് ഫാമിലി ലൈഫ് നമ്മൾ എവിടെയാണ് കാണുന്നത്? ആ രീതിയിൽ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് നോർത്ത് ഇന്ത്യയിൽ ചന്ദേലാസിൻ്റെ ടൈമിലുണ്ടായിരുന്ന ഗജുരാഹോ മിഥുന സ്കൾപ്ചേഴ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും മിഥുന സ്കൾപ്ചേഴ്സ്. സോ ഇങ്ങനെ പോയിന്റ്സ് ജനറേറ്റ് ചെയ്യണം. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് മിങ്കിൾ ചെയ്തിട്ട് വേണം നമ്മൾ പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് നമ്മൾ ഡീകൺസ്ട്രക്ട് ചെയ്തു സോഷ്യൽ ലൈഫ്. പിന്നീട് നമ്മൾ ടെമ്പിൾസിൻ്റെ രീതിയിൽ ആലോചിച്ചു. ആ ടെമ്പിൾസിൽ നമുക്ക് ഏതൊക്കെ സീൻസ് കാണാൻ പറ്റും, ഈ രീതിയിൽ നമുക്ക് അതിനെ ഡീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. സോ അതിന് ശേഷം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ആൻസേഴ്സ് എഴുതാൻ പറ്റും. സോ പിന്നീട് ഈ രീതിയിൽ നമുക്ക് 12ഓളം പോയിന്റ്സ് നമുക്ക് ഈ സിമ്പിളായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും പാറ്റേൺസിന്. പിന്നെ ചില കാര്യങ്ങളിൽ ചില പാറ്റേൺസിൻ്റെ കാര്യം നമുക്ക് എടുത്തു പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്കൾപ്ചേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ നടരാജ സ്കൾപ്ചേഴ്സ് അതൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു സ്കൾപ്ചറാണ്. പിന്നെ ഡിസെൻറ്റ് ഓഫ് ഗാഞ്ചസ് ഓൾറെഡി പറഞ്ഞു, പെനൻസ് ഓഫ് അർജുന പറഞ്ഞു, പിന്നെ നമ്മൾ ഇറോട്ടിക് സ്കൾപ്ചേഴ്സ് ഓഫ് ഗജുരാഹോ പറഞ്ഞു. ഇതൊക്കെ സ്കൾപ്ചേഴ്സിൻ്റെ ബേസിൽ തന്നെ പ്രൊമിനൻ്റ് ആണ്. സോ ആ പ്രൊമിനൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും നമ്മുടെ ആൻസേഴ്സിൽ വരണം. ഇത് എക്സാമിനർ എക്സ്പെക്ട് ചെയ്യും. സോ ആ രീതിയിൽ ഉള്ള നടരാജ വിഗ്രഹങ്ങളാണെങ്കിലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോളാസിന് ആ സമയത്ത് എന്തായാലും ചോളാസിനെ കോട്ട് ചെയ്യേണ്ടി വരും. അവരുടെ ബ്രോൺസ് കാസ്റ്റിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ലോസ്റ്റ് വാക്സ് ടെക്നിക്ക് അതൊക്കെ കീവേഡായിട്ട് വരുന്നത്. ലോസ്റ്റ് വാക്സ് ടെക്നിക്ക് അതൊക്കെ നമുക്ക് കീവേഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. സോ നടരാജ സ്കൾപ്ചേഴ്സിൽ ലോസ്റ്റ് വാക്സ് ടെക്നിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ചോളാസിൻ്റെ ടൈമിനാണ് എന്നുള്ള രീതിയിൽ. പിന്നീട് നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് അതർ ഡയമെൻഷൻ പറയാം. നമ്മളോട് കമൻറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, കമൻറ്റ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ എക്സ്പ്ലനേഷനിൽ നമുക്ക് വേണമെങ്കിൽ അതർ ഡയമെൻഷൻസ് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ സോഷ്യൽ ലൈഫ് മാത്രമല്ല, ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഒരു ക്രിറ്റിസിസം ആയിട്ട് അതർ സൈഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. എലൈറ്റിക്സ്, അതായത് കൺക്ലൂഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഓൾദോ ഇറ്റ് റിഫ്ലക്ട്സ് സോഷ്യൽ ലൈഫ് ഓഫ് മിഡീവൽ ഇന്ത്യ ഇറ്റ് ഹാസ് സം ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞിട്ട് 1-2 ലിമിറ്റേഷൻസ് വേണമെങ്കിൽ നമുക്ക് എലൈറ്റിസ്റ്റിക് ഇൻ നാച്ചർ അത് എലൈറ്റിസ്റ്റിക് ആയിരുന്നു. കോമൺ പീപ്പിളിൻ്റെ കാര്യങ്ങൾ കുറച്ചേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആ രീതിയിൽ നമുക്ക് അതിനെ ലിമിറ്റേഷൻ വെച്ചിട്ട് ശേഷം കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം, നമ്മൾ ഈ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ സ്കൾപ്ചേഴ്സ് സോഷ്യൽ ലൈഫിനെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു വാല്യുബിൾ സോഴ്സാണ്. പിന്നെ ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി ഡീകൺസ്ട്രക്ട് ചെയ്യാൻ ഇതൊരു വാല്യുബിൾ സോഴ്സ് ആയിട്ട് നമുക്ക് യൂസ് ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഒരു പോസിറ്റീവ് അപ്രോച്ചാണത്. സോ അത്രയും കോൺട്രിബ്യൂഷൻ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ കൺക്ലൂഷനിൽ ഈ ഒരു എലമെൻറ്റും കൊണ്ടുവരാൻ പറ്റും. സോ ഈ രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനെ ഡീകൺസ്ട്രക്ട് ചെയ്ത് മിങ്കിൾ ചെയ്തിട്ട് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ തോട്ട് പ്രോസസ്സ് നമ്മൾ വൈഡൻ ചെയ്യേണ്ടത്. ആദ്യം നമ്മുടെ തോട്ട് പ്രോസസ്സിനെ ഒരിക്കലും നമ്മൾ ലിമിറ്റ് ചെയ്യാൻ പാടില്ല. സോ ഈ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.